ഹലോ നമസ്കാരം. സുബീസ് ലൈഫ് സ്റ്റൈൽ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. കൂടുതലായിട്ടൊന്നുമില്ല. ഡിസംബർ 31 വരെ, അതായത് 2021 ഡിസംബർ 31 വരെയാണ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ സ്വീകരിക്കുന്നത്. മാർച്ച് 2021 രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ, അവിടെ അംഗങ്ങളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ മക്കൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. 8ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ സ്കോളർഷിപ്പ് എന്നുള്ള അപേക്ഷ നമുക്ക് സൈറ്റിൽ, നമ്മുടെ KMTയുടെ സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അക്ഷയയിൽ പോയിട്ടോ നമുക്ക് കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ പോയിട്ട് നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഏത് കോഴ്സിനാണോ അപേക്ഷ സമർപ്പിക്കുന്നത് അതിൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റ് അറ്റസ്റ്റ് ചെയ്തിട്ട് വെക്കണം. ഇപ്പോൾ 8, 9, 10 ക്ലാസ്സുകാർക്കൊന്നും എക്സാം നടക്കാത്തത് കൊണ്ട് മാർക്ക് ലിസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അല്ലാത്തവരൊക്കെ എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റ്, ഇപ്പോൾ +2ൻ്റെ ആകുമ്പോൾ +2ന് വയ്ക്കുമ്പോൾ +1ൻ്റെ അങ്ങനെയില്ല. ഡിഗ്രി സെക്കൻഡ് ഇയറിൻ്റെ വയ്ക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുള്ളവർ അതിൻ്റെ മാർക്ക് ലിസ്റ്റൊക്കെ അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ അപേക്ഷ ഡൗൺലോഡ് ചെയ്ത് എടുക്കുമ്പോൾ DBT സമ്മതപത്രം വേണമെന്ന് പറയുന്നുണ്ട്. DBT സമ്മതപത്രം ഈ അപേക്ഷയുടെ കൂടെ തന്നെ DBT സമ്മതപത്രം കിട്ടും. പക്ഷെ അത് സാധാരണ അതാണ് എല്ലാവരും വെക്കാറുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും, കാണുന്നുണ്ടോ? ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ കൂടെയുള്ള DBT സമ്മതപത്രം വരുന്നത്. പക്ഷെ ഇതിൽ എൻ്റെ മകളായ അല്ലെങ്കിൽ മകനായ ഇന്ന ആൾക്ക് ആളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ അച്ഛൻ്റെ സമ്മതപത്രം, അങ്ങനെ ആ ഒരു രീതിയിൽ എഴുതിയിട്ട് വരുന്നതാണ്. പക്ഷെ ഇതല്ല വേണ്ടത്, വിദ്യാർത്ഥിയുടെ സമ്മതപത്രമാണ് വേണ്ടത്. DBT സമ്മതപത്രം, അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ, ബാങ്ക് ഡീറ്റെയിൽസ് എഴുതണതാണ് ഈ DBT സമ്മതപത്രം എന്ന് പറഞ്ഞാൽ. അത് ആ സൈറ്റിൽ തന്നെ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഫോംസിൽ, ഇപ്പോൾ ഈ ക്ഷേമനിധിയുടെ അപേക്ഷ ഇല്ലേ, നമ്മുടെ സ്കോളർഷിപ്പിന്റെ അപേക്ഷ എടുക്കണ അതിന്റെ കൂടെ അല്ലാതെ മുകളിൽ പ്രത്യേകമായിട്ട് DBT സമ്മതപത്രം എന്ന് പറഞ്ഞിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിങ്ങനെയാണ് ഇരിക്കുക. അത് കുറച്ച് കണ്ടോ, വലിപ്പമുണ്ട്. DBT സമ്മതപത്രം എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ സമ്മതമാണെന്ന് പറഞ്ഞിട്ടാണ്. അത് ഏത് കുട്ടിക്കാണോ അപേക്ഷ വെക്കുന്നത് ആ കുട്ടിയുടെയാണ് സമ്മതപത്രം വേണ്ടത്. അതിൻ്റെ അടിയിൽ നമ്മുടെ DOക്കും ADOക്കും ഒക്കെ സൈൻ ചെയ്യാനും ഒക്കെയുള്ള സ്പേസ് അതിൽ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് എല്ലാവരും വെക്കേണ്ടത്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥിയുടെ സമ്മതപത്രം ആണ് വേണ്ടത്. നിങ്ങളുടെ സ്കോളർഷിപ്പിന്റെ അപേക്ഷ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പിന്നെ പഠിക്കുന്ന സ്ഥാപനത്തിലെ മേലധികാരിയുടെ സർട്ടിഫിക്കറ്റ് വെക്കേണ്ട ഒരു ഭാഗമുണ്ട്. ഇങ്ങനെ കാണാം. ഉണ്ടോ ഈ ഭാഗത്ത് കറക്റ്റായിട്ട് നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ പോയി സൈൻ ചെയ്ത് സീലൊക്കെ ചെയ്ത് വെക്കുക. ചിലപ്പോൾ സീല് വെക്കാൻ മറക്കും, ചിലപ്പോൾ സീല് വെച്ചിട്ടുണ്ടാവും, സൈൻ ചെയ്യാൻ മറക്കും, വർഷം എഴുതേണ്ടത് തെറ്റിപ്പോവും. അങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പം അതൊന്നും ഇല്ലാണ്ട് കറക്റ്റ് വർഷം എഴുതാം, സീല് വെക്കുക, സൈനൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെ കറക്റ്റായിട്ട് അതിൽ പറയുന്ന എല്ലാ രേഖകളും നിങ്ങൾ കറക്റ്റായിട്ട് വെക്കുക. ഇതിൽ വെക്കേണ്ടത് വിദ്യാർത്ഥിയുടെ ആധാർ കാർഡിന്റെ കോപ്പി വെക്കണം. ആരാണോ അവിടുത്തെ അംഗം, അതായത് ആ കുട്ടിയുടെ അച്ഛൻ്റെ ആധാർ കാർഡ് വെക്കണം, ലൈസൻസിന്റെ കോപ്പി വെക്കണം, റേഷൻ കാർഡിന്റെ കോപ്പി വെക്കണം, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് വെക്കണം. അങ്ങനെ ഇതിൽ എന്തൊക്കെ വെക്കണം എന്ന് സമർപ്പിക്കേണ്ട രേഖകൾ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കൂടെ, ഈ അപേക്ഷയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം അത് കറക്റ്റായിട്ട് വായിച്ചു നോക്കിയിട്ട് എല്ലാം വെക്കുക, കറക്റ്റായിട്ട് തന്നെ വെക്കുക. പിന്നെ പ്രൊഫഷണൽ കോഴ്സ് മുതൽ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നവരൊക്കെ നമുക്ക് ഈ മെറിറ്റ് സീറ്റിലാണോ കിട്ടിയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അലോട്ട്മെന്റ് മെമ്മോ വെക്കണം അതിൻ്റെ കൂടെ, അപേക്ഷയുടെ കൂടെ. പിന്നെ 50% മാർക്ക് ഉണ്ടായിരിക്കണം, എല്ലാ സബ്ജക്റ്റിലും ജയിച്ചിട്ടുണ്ടായിരിക്കണം. അത്രയും കാര്യങ്ങളൊക്കെയാണ് നോക്കുക സ്കോളർഷിപ്പിന് അപേക്ഷ വയ്ക്കുമ്പോൾ. അപ്പം എല്ലാവരും സ്കോളർഷിപ്പിന് അപേക്ഷ വയ്ക്കുക. താങ്ക് യു.